കേരളത്തിൻ്റെ ഏറ്റവും പ്രകൃതി സുന്ദരമായ മൂന്നാറിലാണ് നാം ഇപ്പോൾ. ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ കേരളം ഒരുപക്ഷെ തലയുയർത്തി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും കാഴ്ചകളുമാണ്. ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യവും മാനവ വിഭവശേഷി വികസനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളം എന്തു ചെയ്തു എന്നൊരു ചോദ്യം എപ്പോഴും ഉയരുന്നുണ്ട്. മൂന്നാർ കാറ്ററിംഗ് കോളേജ് പോലുള്ള വിഭവശേഷികൾ നടത്തുന്ന വലിയ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് വാക്വേ മെഗാ ബ്രാൻഡിൽ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. അത് നമ്മൾ വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു. പക്ഷേ ടൂറിസം രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ, മാൻ പവർ, ഇക്കാര്യങ്ങളിലൊക്കെ കേരളം ഇനിയും പലതും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ ഇൻഡസ്ട്രി ഇതിനെ എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്? ഇത് പലരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യം തന്നെയായിരുന്നു. എന്തിനാണ് ഇത്രയും വലിയ ഒരു കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിന് പകരം ഒരു ഹോട്ടലായിക്കൂടെ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ എല്ലാവരും ഇങ്ങനെ ഹോട്ടൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഹോട്ടലൊക്കെ നടത്താനായിട്ട് ആൾക്കാരെ ആവശ്യമില്ലേ? അതിനുള്ള മാൻ പവർ എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇതേപോലൊരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡുള്ള ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പസ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. കേരളത്തിലെ കുട്ടികൾ ഒരു എഡ്യൂക്കേഷണൽ എക്സലൻസ് കാണിക്കുമ്പോഴും പ്രൊഫഷണൽ എക്സലൻസ് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി എന്ന് പോലും നമ്മൾ പറയാറുണ്ട്. അതിലൊക്കെ നമ്മൾ വളരെയധികം ബാക്കിലാക്കിയിരുന്നു. ഒരു പക്ഷേ പഞ്ചാബിലോ ബംഗാളിലെയോ ഹരിയാനയിലോ കുട്ടികളെക്കാൾ വളരെ പിന്നിലാണ് നമ്മൾ. അങ്ങനൊരു പേഴ്സണാലിറ്റി സ്കിൽ ലെവൽ മോഡിഫിക്കേഷൻ അത് എത്രത്തോളം ഒരു യുദ്ധസന്നാഹമുള്ളൊരു ട്രെയിനിങ് ആയിരിക്കണം പലപ്പോഴും കൊടുക്കേണ്ടത്. നമ്മൾ എന്താ ഇത് ചെയ്യാറുള്ളത്? നമുക്കൊരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം നമ്മളുടെ കുട്ടികൾക്കുണ്ടായിരുന്നു. നമ്മൾ ഹോട്ടലിൽ വരുമ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫ് വിചാരിക്കുകയാണ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത് എൻ്റെ വീടാണ്, ഞാനാണ് അവിടുത്തെ ഹോസ്റ്റ്, വരുന്നവരെല്ലാവരും എൻ്റെ ഗസ്റ്റാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഞങ്ങൾ കുട്ടികളെ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ 1 തൊട്ട് 10 വരെ മാർക്കാണ്. ഈ 1 തൊട്ട് 3 വരെ മാർക്ക് കിട്ടുന്നവരെയോ അല്ലെങ്കിൽ 8 തൊട്ട് 10 വരെ മാർക്ക് കിട്ടുന്നവരെയോ ഞങ്ങൾ എടുക്കാറില്ല. ഞങ്ങൾ 4 തൊട്ട് 7 വരെ കിട്ടുന്ന കുട്ടികളെയാണ് എടുക്കാറുള്ളത്. കാരണം ആ കുട്ടികളായിരിക്കും എൻ്റെ ആപ്റ്റായിട്ട് ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾ. ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. നമ്മൾ ഒരു കിച്ചൺ എന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ കിച്ചൺ. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, അതിൻ്റെ പല ടെക്നിക്കൽ ഡീറ്റെയിൽസും ഒക്കെ. ഇത്തരത്തിലൊരു ട്രെയിനിങ്ങിനായാൽ പോലും ഒരു കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളും വളരെയധികം വൈഡായിട്ട് പ്ലാൻ ചെയ്യാറുള്ളത്? ഇൻഡസ്ട്രിയുടെ സെറ്റിങ്ങുമായിട്ട് എത്രത്തോളം കോമ്പാറ്റബിൾ ആയിരിക്കും? അതൊക്കെ എന്താണ് പ്ലാനിങ്? ഒന്ന്, ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഇപ്പോൾ ഈ കിച്ചണിനകത്തുള്ള കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സും സ്റ്റീലാണ്. അപ്പോൾ തുരുമ്പിക്കത്തില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അവിടെ താഴെ യൂസ് ചെയ്യുന്ന ഫ്ലോറ് ഇത് പെട്ടെന്ന് പൊട്ടാത്ത വളരെ ഹാർഡായിട്ടുള്ള ഒരു നാച്ചുറൽ സ്റ്റോൺ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബേണേഴ്സ്, ഇത് ഇൻഡസ്ട്രിയൽ ബേണേഴ്സാണ്. ഇത് അങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫ്ലെയിം വരും. അങ്ങനെ ആ ഇൻഡസ്ട്രിക്ക് വേണ്ട ആ എക്യുപ്മെൻറ്റ്സ് എന്താണോ ആ എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിച്ച് 2 ദിവസം കഴിഞ്ഞ് പുറത്തു പോയാൽ 2 തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാകും. ഏതൊരു ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്. സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരു മിനിമം കമൻറ്റ് വരുത്താൻ വേണ്ടി എന്തായിരിക്കും യഥാർത്ഥത്തിൽ എന്ത് ലഭിക്കുമ്പോഴാണ് അവർ ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് പറയുക? അതായിരിക്കും ഒരുപക്ഷെ ഒരു ക്രക്സ് ഓഫ് ദ ഹോൾ തിങ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണത്. ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസ് മാത്രം പോരാ, അല്ലെങ്കിൽ നല്ല ഫുഡ് മാത്രം പോരാ, അല്ലെങ്കിൽ വിലക്കുറവ് മാത്രം പോരാ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൗ യു ട്രീറ്റ് ദ കസ്റ്റമർ, ഹൗ യു സെർവ് ഹിം. സോ ഹീ ഷുഡ് ഫീൽ ദാറ്റ് ഐ ആം ദർ ടു ഹെൽപ്പ് ഹിം, ഐ ആം ദർ ടു അസിസ്റ്റ് ഹിം എന്നുള്ള ഫീലിംഗ്. അതായത് ഈ സെർവ് ചെയ്യുന്ന ആളും കസ്റ്റമറും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞ് ഇല്ലാണ്ടാകണം. ആ ഗ്യാപ്പ് ഇല്ലാണ്ടാകുമ്പോഴാണ് ഐ എം കംഫർട്ടബിൾ, ഐ എം സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത്. ടോട്ടലി പേഴ്സണൽ. വി ഹാവ് ടു ബി ടോട്ടലി പേഴ്സണലൈസ്ഡ്. ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് വി ഹാവ് ടു ബി പേഴ്സണലൈസ്ഡ്.
and we had to be totally dedicated and committed. There should not be any gap between the customer and us. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ that means there is some hurdle somewhere. The moment that gap is over, ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്ത് നിൽക്കുന്നതല്ല, മാനസികമായിട്ടുള്ള അടുപ്പം. ഒരുപക്ഷെ കസ്റ്റമറിന് ഒരു ഹോംലി ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും വലിയത്. You should feel at home. നമ്മളൊരു ബ്രാൻഡ് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പം വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരു വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പോലും പറഞ്ഞ ഒരു മെർജ് വിത്ത് നേച്ചർ നമ്പർ 1. നമ്പർ 2, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പോലും ഒരു ഇൻ്റർനാഷണൽ റെപ്ലിക്കേഷനും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം നമ്മൾ തീരുമാനിക്കും ഇതൊക്കെ ഇങ്ങനെ തന്നെ വേണം, ഒരല്പം കാശ് കൂടുതലായാലും കുഴപ്പമില്ല എന്നൊക്കെ. See, we always want to be different from others. That's number 1. We don't want to do anything what others are doing. We always want to do something, which is where people say it is impossible. So we want to make the impossible into possibles. That's our basic philosophy ആണ് എൻ്റെ. ഇന്ന് എൻ്റെ കുട്ടികളെ എടുക്കാനായിട്ട് ഹോട്ടൽസിൽ ക്യൂ നിൽക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് മൂന്നാർ കേറ്ററിംഗ് കോളേജിൽ നിന്നോ റോയൽ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ള ഇന്ന് ഹോട്ടലേഴ്സിന് അറിയാം. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഹോട്ടൽസ് ഉണ്ട്. വി ആർ ഓൾസോ ഇൻ ദ ഹോട്ടൽ ഇൻഡസ്ട്രി, ഫോർട്ട് മുനാർ ഇല്ലേ, റോയൽ വില്ലേജ് ഫാം ഹൗസ്. സോ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എന്താണ് ഹോട്ടൽ ഇൻഡസ്ട്രി ഡിമാൻഡിങ് എന്നുള്ള വേറെ ആരേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. ബിക്കോസ് വി ആർ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി. ഒരു നമ്മുടെ പോളിസി എന്താണെന്ന് വെച്ചാൽ പഠിക്കുക, കളിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. എല്ലാ ഹോട്ടലുകളിലും ജിംനേഷ്യം ഉണ്ട്, എല്ലാ ഹോട്ടലിലും, ഇത്രയും വലുതല്ലെങ്കിൽ കൂടി. അപ്പോൾ ആ ജിംനേഷ്യത്തിൽ അവിടെ ഹോട്ടൽ സ്റ്റാഫ് ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ജിംനേഷ്യം ഓപ്പറേറ്റ് ചെയ്യണ്ടേ, ഇത് തന്നെ വേണം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇവർക്കൊരു പ്രയോറിറ്റി കിട്ടും. ഇപ്പം എൻ്റെ ഇവിടുത്തെ കേഡറ്റ്സ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് സ്വിമ്മിങ് അറിയാം, കമ്പൽസറിയാണ് സ്വിമ്മിങ് പഠിച്ചിരിക്കണം. ജിംനേഷ്യം എല്ലാ എക്യുപ്മെൻറ്റ്സും യൂസ് ചെയ്യാൻ ഇവർക്കറിയാം. അതുപോലെ സോണ ഉണ്ട്, ജക്കൂസി ഉണ്ട്, ഇതെല്ലാം അവർക്ക് യൂസ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കേഡറ്റ്സ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവരൊരു രണ്ടാം തരം എന്ന് ആരും കാണില്ല. മൂന്നാറും കുമരകവും അല്ലെങ്കിൽ കുമരകവും തേക്കടിയും അല്ലെങ്കിൽ തേക്കടിയും കൊച്ചിയും അല്ലെങ്കിൽ കോവളവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു സെഗ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് വരാണ്ടാകുന്നു. അപ്പം വി കനോട്ട് ഗോ ദ വേ എക്സാക്ട്ലി ഹൗ ദ ഫോറിൻ കൺട്രീസ് ആർ ഗോയിങ്. ബിക്കോസ് നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചർ വിട്ട് കളിക്കാനായിട്ട് നമ്മൾ തയ്യാറാകരുതെന്നാണ് എൻ്റെ അഭിപ്രായവും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുക എന്നുള്ള വലിയൊരു സ്വപ്നം നമ്മൾ നടത്തിയെടുത്തു. വെറും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല, ഒരുപക്ഷെ പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ചേരുന്ന വളരെ റെയറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് വന്നു. അടുത്ത 10 വർഷത്തിൽ നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു സ്വപ്നം എന്താണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും പേറി നടക്കാറുള്ളത്? അടുത്ത 10 വർഷത്തിലല്ല, അടുത്ത 5 വർഷത്തിലേക്കുള്ളത് തന്നെ ഞങ്ങൾ ചോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ലൈക്ക് യു ഹാവ് സീൻ, we have created a world-class infrastructure, the hardware, and we have a world-class software, that is a faculty. Okay, so we have created the hardware and the software already. ഇനി ഈ 5 വർഷത്തിനുള്ളിൽ 2000 പേര് താമസിക്കുന്ന കുട്ടികളും ടീച്ചേഴ്സും അതിൻ്റെ ആക്സിലറി ആൾക്കാരുമായിട്ട് 2000 പേര് താമസിക്കുന്ന ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി, ഒരു കോണ്ടോമിനിയം ആയിട്ടായിരിക്കും ഇത് വരിക. എന്നിട്ട് ഇത് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട്, അതായത് ഹോസ്പിറ്റാലിറ്റി എഡ്യൂക്കേഷനിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ദ സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന് വിളിക്കാവുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇതിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അടുത്ത 5 വർഷത്തിനുള്ളിൽ അത് ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. തച്ചങ്കരി, തീർച്ചയായിട്ടും വലിയൊരു കൂട്ടം കുട്ടികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ സ്റ്റാഫിൻ്റെയൊക്കെ ഈ വലിയൊരു സ്വപ്നം നടക്കാൻ കഴിയട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ വിജയം, ഇതിനേക്കാളും വലിയ സ്വപ്നങ്ങളും വലിയ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു.